കിണറ്റിൽ നിന്നും ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ആ മൃതദേഹത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് കുറേ കാര്യങ്ങൾ ചുരുളഴിയുന്നത്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം മലയാളത്തിൽ റിലീസായ ഉയർ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. കഥ ആരംഭിക്കുന്നത് നായകനായ അജീബിന്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. അജീബും തന്റെ സഹോദരിയെ ബധുവും അച്ഛനും അമ്മയ്ക്കുമൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയം ബധുവിന് അജീബ് ഇരിക്കുന്ന അതേ ജനലിന്റെ അരികെ തന്നെ ഇരിക്കണം. എന്നാൽ അജീബ് പറയുന്നത്, ദേ നീ ആ കാണുന്ന ജനലിന്റെ അടുത്ത് പോയി ഇരിക്കുന്നായിരുന്നു. അതനുസരിച്ച് ബധുവ് അവിടെ പോയിരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞതും അജീബ് ഉറങ്ങിപ്പോകും. TTR ടിക്കറ്റ് നോക്കുവാനായി വരുന്ന സമയത്താണ് ബധു അവിടെ ഇല്ല എന്നുള്ള കാര്യം അജീബ് അറിയുന്നത്. ബധുവിനെ കാണാനില്ല. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് അജീബ്. ആ സംഭവം നടന്ന് വർഷങ്ങളായിട്ടും തന്റെ സഹോദരി ഇങ്ങനെ സ്വപ്നത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. സഹോദരി എവിടെ പോയെന്നോ അവൾക്ക് എന്ത് സംഭവിച്ചെന്നോ എന്നൊന്നും അജീബിനും വീട്ടുകാർക്കും അറിയതേയില്ല. വർഷങ്ങൾ കഴിഞ്ഞും എപ്പോഴും സ്വപ്നത്തിൽ അവളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അജീബ് ഇപ്പോൾ താമസിക്കുന്നത് സുഖമില്ലാത്ത അച്ഛനും തന്റെ ഭാര്യയ്ക്കുമൊപ്പമാണ്. അമ്മ വർഷങ്ങൾക്ക് മുൻപേ മരണപ്പെട്ടു പോയി. എന്നാൽ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നിരിക്കുന്ന അജീബിനെ കാണുന്ന ഭാര്യയ്ക്ക് പതിവ് പോലെ സഹോദരിയെ സ്വപ്നം കണ്ടു എന്നുള്ളത് മനസ്സിലായി. അജീബിനടുത്തെത്തിയ ഭാര്യ അവനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നു. സഹോദരിക്ക് ഒന്നും പറ്റി കാണില്ല, അവൾ എവിടെയെങ്കിലും നല്ല സേഫ് ആയിട്ടുണ്ടാകും, ഒരു സമയത്ത് അവൾ തിരികെ വരുമെന്നൊക്കെ പറഞ്ഞാണ് ഭാര്യ സമാധാനിപ്പിക്കുന്നത്. അജീബാണെങ്കിൽ ട്രെയിനിങ് SI ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ അവൻ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അതേ സ്റ്റേഷനിൽ തന്നെ SI ആയിട്ടുള്ള ജോയും ഭാര്യയും കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയായിട്ടും അവർക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടേയില്ല. ട്രീറ്റ്മെന്റ് നടക്കുന്നു. എല്ലാ തവണയും ട്രീറ്റ്മെന്റ് എടുക്കും. എന്നാൽ ഫലമാണെങ്കിലോ നെഗറ്റീവാണ്. ഇത്തവണയും അവർ റിസൾട്ടിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയ സമയം പോസിറ്റീവ് ആകുമെന്നാണ് രണ്ടാളും കരുതിയത്. പക്ഷേ ഇത്തവണയും നെഗറ്റീവാണ്. ഡോക്ടർ ആ ഒരു വിവരം ജോയിയോടും ഭാര്യയോടും പറയുമ്പോഴോ രണ്ടാളും ആകെ തകർന്നു പോകുന്നു. ഒരുപാട് പ്രായമായതുകൊണ്ടും അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുമാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്നും ഡോക്ടർ അവരോട് പറയുന്നു. സങ്കടത്തോടു കൂടിയാണ് ജോയും ഭാര്യയും തിരികെ പോകുന്നത്. മറ്റൊരു വശത്ത് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാ. വെല്ലൂരിൽ നിന്നും ഒരു പുരുഷന്റെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ നിലയിലാണ് ബോഡിയുള്ളതെന്നും വിളിച്ചാൽ പറയുന്നു. അജീബ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് കിണറ്റിൽ നിന്നും ഒരു സ്ത്രീയുടെ ബോഡിയും കണ്ടെത്തുന്നു. സംഭവ സ്ഥലത്തേക്ക് എത്തിയ അജീബും കൂട്ടരും ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടി ബോഡി പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായി അയക്കും. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതും അജീബ് നേരെ എത്തുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥനടുത്തേക്കാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ബലപ്രയോഗം ഒന്നും നടന്നിട്ടില്ല, നശിപ്പിക്കുവാനായിട്ടും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയാകാൻ ചാൻസ് ഉണ്ടെന്നും അജീബ് പറയുന്നു. ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ എന്തോ പച്ച കുത്തിയിട്ടുണ്ടല്ലോ, ആ ഒരു ലാംഗ്വേജ് ഏതാണെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ അത് കന്നഡയാണെന്നാണ് അജീബ് മറുപടി പറയുന്നത്. പച്ച കുത്തിയിരിക്കുന്നത് കന്നഡയായതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും നാട്ടിൽ നിന്നും കുടിയേറി പാർത്തവരാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ താമസിക്കുന്നവരുടെ അടുത്ത് പോയി ഈ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ടും അജീബിനോട് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. അടുത്ത ദിവസം തന്നെ അജീബും കൂട്ടരും നേരെ പോകുന്നത് കുടിയേറി പാർത്തവരുടെ സ്ഥലത്തേക്കാണ്. അവിടെ ദുർഗ എന്ന സ്ത്രീയോടാണ് ഈ മരണപ്പെട്ട സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. എന്നാൽ ആദ്യമൊന്നും ദുർഗ ഒന്നും പറയുവാനായിട്ട് കൂട്ടാക്കിയതേയില്ല. അവരെ അറിയത്തില്ലെന്നാണ് ദുർഗയുടെ മറുപടിയും. എന്നാൽ അജീബ് ഒന്ന് വിരട്ടിയപ്പോഴോ ദുർഗ കാര്യങ്ങളെല്ലാം പറയുവാനായും ആരംഭിച്ചു. മരണപ്പെട്ടു പോയ സ്ത്രീയുടെ പേര് ശോഭ എന്നാണ്. ശോഭയുടെ ഭർത്താവ് കെട്ടിട നിർമ്മാണ പണിയൊക്കെ ചെയ്യുന്ന ആളാണ്. എനിക്ക് വേറൊന്നും അറിയത്തില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഷിബുചേട്ടനോട് ചോദിച്ചാൽ മതി. ശോഭയുടെ ഭർത്താവിന് ജോലി നൽകുന്ന ആളാണ് ഷിബുചേട്ടനെന്നും ദുർഗ പറയുന്നു. അങ്ങനെ ഷിബുവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അജീബ് എഴുതി വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ശോഭയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ദുർഗ കൂടുതലായിട്ട് ആദ്യമൊന്നും പറയാതിരുന്നത് ശോഭ മരിച്ചത് കൊണ്ട് തന്നെ ശോഭയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വല്ല പോലീസ് കേസ് ആകുമോ എന്നൊക്കെ ദുർഗ പേടിച്ചു പോയി. അതുകൊണ്ടാണ് ഒന്നും തന്നെ തുറന്നു പറയാതിരുന്നത്. ശോഭയുടെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം അജീബ് ചോദിക്കുമ്പോൾ അത് അവളുടെ ഭർത്താവായ രാജുവിന്റെ പേരാണെന്നും ദുർഗ മറുപടി പറയുന്നു. അവിടെ നിന്നും അജീബും കൂട്ടരും നേരെ പോകുന്നത് ഷിബുവിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഷിബുവിനോട് ശോഭയെ പറ്റിയും രാജുവിനെ പറ്റിയും അന്വേഷിക്കുന്നു. ശോഭയ്ക്ക് സ്വന്തമായി ഫോണൊന്നുമില്ല. അവളെ ഇവിടേക്ക് ജോലിക്ക് കൊണ്ടുവന്ന് ചേർത്തത് തന്നെ അവളുടെ ഭർത്താവായ രാജുവാണ്. ശോഭയ്ക്ക് ജോലിയുടെ കാര്യം വരുന്ന സമയത്ത് അവൾ നേരെ ഇവിടെ വരും, ജോലി ചെയ്യും, പോകും. അല്ലാതെ അവളെ കോണ്ടാക്ട് ചെയ്യുവാനായി
പോകാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ശോഭയുടെ ഭർത്താവായ രാജു കുറെ നാൾ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും ഷിബു പറയുന്നു. എവിടെയാണ് ശോഭയും രാജുവും ഒക്കെ താമസിച്ചിരുന്നെന്ന് അജീബ് ചോദിക്കുമ്പോൾ അത് ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്തുള്ള കോളനിയിലാണ് അവർ താമസിച്ചിരുന്നതെന്നും ഷിബു പറയുന്നു. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഷിബുവിന്റെ ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ടാണ് അജീബും കൂട്ടരും അവിടെ നിന്ന് പോകുന്നത്. അവർ നേരെ എത്തിയിരിക്കുന്നത് ശോഭയും രാജുവും താമസിച്ചിരുന്ന അവരുടെ വീട്ടിലേക്കാണ്. വീട് മുഴുവൻ പരിശോധിക്കുന്നതിൽ നിന്നും ഒരു ഫാമിലി ഫോട്ടോ കിട്ടുകയാണ്. അതിലുണ്ടായിരുന്നത് ശോഭയും രാജുവും അവരുടെ 2 മക്കളുമായിരുന്നു. ഫോട്ടോയുമായിട്ട് സ്റ്റേഷനിലേക്ക് എത്തിയ അജീബ് ഷിബുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ശോഭയും രാജുവും അവരുടെ മക്കളുമാണതെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് കർണാടകയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ നിന്നാണ്. അടുത്ത ദിവസം തന്നെ അജീബും ജോയും കർണാടകയിലേക്ക് പോവുകയാണ്. ശോഭയും രാജുവും ഫോട്ടോ എടുത്ത അതേ സ്റ്റുഡിയോയിലേക്ക് എത്തി അവരെ കുറിച്ച് അന്വേഷിക്കുമ്പോഴോ ഇവരെ രണ്ടുപേരെയും കുറിച്ച് പേഴ്സണലായിട്ട് എനിക്ക് ഒന്നും അറിയത്തില്ല. ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത് ചിത്രവല്ലി ഗ്രാമത്തിലാണെന്നുള്ള കാര്യവും സ്റ്റുഡിയോ നടത്തുന്ന ആൾ പറയുന്നു. അങ്ങനെ അജീബും ജോയും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസുകാരുടെ സഹായത്തോടു കൂടി ചിത്രവല്ലി ഗ്രാമത്തിലേക്ക് പോകുന്നു. എന്നാൽ അവിടുത്തെ ചായക്കടയിൽ വെച്ച് യാദൃശികമായി അവർ രാജുവിനെ കാണുകയാണ്. രാജുവിനെ കണ്ട അജീബും ജോയും രാജുവിനെ നേരെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വരുന്ന വഴിയിൽ വെച്ച് ബസ്സിലിരിക്കുന്ന രാജു തങ്ങളുടെ ജീവിതത്തെപ്പറ്റി അജീബിനോടും ജോയിയോടും തുറന്നു പറയുവാനായും ആരംഭിക്കും. രാജുവൊക്കെ യഥാർത്ഥത്തിൽ തമിഴ്നാട് സ്വദേശികളായിരുന്നു. കളിപ്പാട്ടമുണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു രാജു ചെയ്തിരുന്നത്. അങ്ങനെ രാജുവൊക്കെ കർണാടകയിലുള്ള ദേവഗിരിയിലേക്ക് താമസം മാറിയെത്തി. അവിടെയും കളിപ്പാട്ടമുണ്ടാക്കി വിറ്റായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ദേവഗിരിയിൽ വലിയ പ്രളയമുണ്ടായി. അതോടുകൂടി അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കേണ്ടതായിട്ട് വന്നു. പോകുന്ന വഴിയിൽ വെച്ചാണ് ശോഭയെ കണ്ടുമുട്ടിയത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അവർ പരസ്പരം കാണുകയുണ്ടായി. ആ കൂടിക്കാഴ്ചയിലൂടെ അവർ ഫ്രണ്ട്സ് ആവുകയും ആ ഫ്രണ്ട്ഷിപ്പ് അവസാനം പ്രണയത്തിലേക്ക് മാറി. പ്രണയത്തിന്റെ അടയാളമായിട്ട് ശോഭ തന്റെ കയ്യിൽ രാജുവിന്റെ പേര് പച്ചകുത്തുകയും ചെയ്തു. അങ്ങനെ അവർ വിവാഹം കഴിച്ചു. അവർക്ക് കുട്ടികളും ഉണ്ടായി. കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നല്ലോ അവർ ചെയ്തിരുന്നത്. പ്രളയം വന്നതിന് ശേഷം കളിപ്പാട്ടങ്ങൾക്കൊക്കെ ഡിമാൻഡ് കുറഞ്ഞു. ആരും തന്നെ വാങ്ങാതായി. അവിടെ നിന്നിട്ടിനി കാര്യമില്ല എന്ന് കരുതിയാണ് ചിത്രവല്ലി ഗ്രാമത്തിലേക്ക് ശോഭയും രാജുവും അവരുടെ മക്കളും താമസം മാറിയെത്തിയത്. ചിത്രവല്ലി ഗ്രാമത്തിലേക്ക് ജോലി തേടിയെത്തിയ രാജുവും ശോഭയും അവിടെ വെച്ച് ശോഭയുടെ ബന്ധുവായിട്ടുള്ള ഗണേശനെ കണ്ടുമുട്ടുന്നു. ഗണേശനാണ് അവർക്ക് താമസിക്കുവാനുള്ള വീട് റെഡിയാക്കി കൊടുത്തതും രാജുവിന് ജോലിയും ശരിയാക്കി കൊടുത്തതും. രാജു ജോലിക്ക് പോയി കഴിഞ്ഞാൽ 2 ദിവസം കൂടുമ്പോൾ മാത്രമേ വീട്ടിലേക്ക് തിരികെ വരൂ. മക്കളെയും ഭാര്യയും കാണുന്നത് തന്നെ 2 ദിവസം കൂടുമ്പോഴാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി രാജു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയം വീടകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. രാജു കീഹോളിലൂടെ നോക്കുന്ന സമയത്തോ രാജു കാണുന്ന കാഴ്ച ശോഭയും ഗണേശനും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതാണ്. അത് കണ്ടതോടുകൂടി രാജു ആകെ തകർന്നു പോകുന്നു. തന്റെ ഭാര്യ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും രാജു കരുതിയതേയില്ല. മാത്രമല്ല താൻ വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന ഗണേശൻ തന്നെ ചതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ നാട്ടിൽ നിൽക്കുന്നത് ശരിയല്ല. തന്റെ കുടുംബം തനിക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകണമെന്നും രാജു തീരുമാനിക്കുന്നു. അങ്ങനെ രാജു ശോഭയും മക്കളെയും കൂട്ടി അടുത്തൊരു നാട്ടിലേക്ക് വന്ന് താമസം ആരംഭിക്കുകയാണ്. പക്ഷേ അവിടെയും ഈ ഗണേശൻ വന്നു. പതിവ് പോലെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന രാജു കാണുന്ന കാഴ്ച ശോഭയും ഗണേശനും വീട്ടിൽ നിന്നും ഒരുമിച്ച് ഇറങ്ങി വരുന്നതാണ്. അത് കണ്ടതോടുകൂടി രാജു വീണ്ടും ആകെ തകർന്നു പോകുന്നു. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ രാജു അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച് തന്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അന്ന് അവിടെ നിന്നും താൻ തന്റെ മക്കളെയും കൂട്ടി ഇറങ്ങിയതാണ്. പിന്നെ തനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് രാജു അജീബിനോടും ജോയിയോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നത്. അജീബും ജോയും രാജുവിനെയും കൂട്ടി കേരളത്തിലേക്ക് എത്തുകയാണ്. എന്നിട്ട് മോർച്ചറിയിലെത്തി ഡെഡ് ബോഡിയും കാണിച്ചു കൊടുക്കുന്നു. ശോഭയുടെ ഡെഡ് ബോഡി കണ്ട് രാജു പൊട്ടിക്കരയുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ആ ഗണേശനാണെന്നും രാജു പറയുന്നുണ്ട്. ബോഡി എവിടേക്കാ കൊണ്ടുപോകുന്നത്? വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, മക്കൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരാകെ തകർന്നു പോകും. അതുകൊണ്ട് ഇതൊന്നും മക്കൾ അറിയണ്ട, ഇവിടെ തന്നെ സംസ്കരിക്കാമെന്നുള്ള കാര്യവും രാജു പറയുന്നു. സമ്മതപത്രവും ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രാജുവിന് കുറച്ച് കാശ് കൊടുത്ത ജോയി മക്കളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നു. തന്റെ സഹോദരിക്കൊപ്പമാണെന്നും രാജു മറുപടി പറയുകയാണ്. മറ്റൊരു വശത്ത് ശോഭയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തുകയാണ് അജീബ്. ശോഭയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ആത്മഹത്യയാണെന്ന് തോന്നും. വേറെ തരത്തിലുള്ള ബലപ്രയോഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊരു കൊലപാതകമാകാനും ചാൻസ് ഉണ്ട്. കാരണം ഒരാൾ ബോധത്തോടു കൂടിയാണ് കിണറ്റിലേക്ക് വീഴുന്നതെങ്കിൽ രക്ഷപ്പെടുവാനായി ശ്രമിക്കുമ്പോൾ അളവിലധികം വെള്ളം അകത്തേക്ക് പ്രവേശിക്കില്ല. എന്നാൽ ജീവനില്ലാതെ വീണിരിക്കുമ്പോഴാണ് അധികമായിട്ട് വെള്ളം ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടാവുക. ഒന്നുകിൽ ശോഭയെ ജീവനില്ലാതെയായിരിക്കാം കിണറ്റിൽ ഉപേക്ഷിച്ചിട്ടുള്ളത്. ശോഭയുടെ തലയുടെ പിറകുവശത്തായിട്ട് ചെറിയൊരു ചതവിന്റെ പാടുമുണ്ട്. അതൊന്നിൽ കിണറ്റിൽ വീണതിന്റെ ആഘാതത്തിൽ തലയിടിച്ചതാകാം.
അല്ല എന്നുണ്ടെങ്കിൽ തലയ്ക്ക് അടിയേറ്റതാകാൻ ചാൻസ് ഉണ്ടെന്നും ഡോക്ടർ പറയുന്നു. ഈയൊരു വിവരം ഉയർന്ന ഉദ്യോഗസ്ഥനായ നന്ദകുമാറിനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുന്നു. പക്ഷേ നന്ദകുമാർ കോൾ എടുക്കുന്നതേയില്ല. എസ്കോർട്ട് ഡ്യൂട്ടിയിലായിരുന്നു അന്നേരം നന്ദകുമാർ. അടുത്ത ദിവസം രാജുവിന്റെ വീട്ടുകാരൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. രാജുവിന്റെ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ ഉണ്ടായിരുന്നു. ശോഭയുടെ കേസിന്റെ കാര്യം സംബന്ധിച്ച് രാജു സ്റ്റേഷനിലേക്ക് എത്തിയെന്ന വിവരം അറിഞ്ഞാണ് രാജുവിന്റെ കുടുംബം എത്തിയിരിക്കുന്നതും. വർഷത്തിൽ 2 തവണയെങ്കിലും ഞങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിലേക്ക് വരുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1 വർഷമായിട്ട് രാജു വീട്ടിലേക്ക് വന്നിട്ടേയില്ല എന്നുള്ള കാര്യം വീട്ടുകാർ പറയുകയാണ്. അല്ല, രാജു തന്റെ മക്കളെ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് 3 മാസം മുൻപ് നിങ്ങൾക്കടുത്തേക്ക് വന്നെന്നാണല്ലോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ വന്നിട്ടേയില്ല എന്നുള്ള കാര്യവും വീട്ടുകാർ പറയുന്നു. നിങ്ങൾ ബെല്ലൂരിലല്ലേ താമസിക്കുന്നതെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ ചിത്രവല്ലിയിലാണ് താമസിക്കുന്നതെന്നും അവർ പറയുന്നു. ബെല്ലൂരിലുള്ള തന്റെ സഹോദരിയുടെ വീട്ടിലാണ് മക്കളെ കൊണ്ടാക്കിയിരിക്കുന്നതെന്നാണ് രാജു പറഞ്ഞിരുന്നതും. എന്തൊക്കെയോ സംശയം തോന്നിയ പോലീസ് രാജുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇതല്ലേ രാജു എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇത് രാജുവല്ല, ഇത് ശോഭയുടെ അകന്ന ബന്ധുവായിട്ടുള്ള ഭുവനേശ്വർ ആണെന്നും അവർ മറുപടി പറയും. ഈയൊരു വിവരം അറിയുന്ന അജീബും ജോയി നന്ദകുമാറും ആകെ ഷോക്കായി പോവുകയാണ്. യഥാർത്ഥ പ്രതിയെ കയ്യിൽ കെട്ടിയിട്ടും വിട്ടുകളഞ്ഞല്ലോ എന്നാണ് അവർ ആലോചിക്കുന്നത്. ഈയൊരു വിവരം ഉയർന്ന ഉദ്യോഗസ്ഥനെ അറിയിക്കുന്നു. 3 പേരെയും ഉയർന്ന ഉദ്യോഗസ്ഥൻ വഴക്ക് പറയുകയാണ്. എത്രയും വേഗം ആ ഭുവനേശ്വറിനെ കണ്ടെത്തണമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ഭുവനേശ്വറുള്ള നാട്ടിലേക്ക് എത്തുകയാണ് അജീബും ജോയി നന്ദകുമാറും. എന്നാൽ ഭുവനേശ്വർ ആണെങ്കിലോ തന്റെ കുടുംബത്തിനൊപ്പം ഉത്സവത്തിന് നിൽക്കുകയാ. അവിടെ നിന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഭുവനേശ്വറിനെ അജീബും ജോയും നന്ദകുമാറും കാണുന്നു. അവനെ പിടികൂടുവാനായി ശ്രമിക്കുമ്പോൾ ഭുവനേശ്വർ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. ഒടുവിൽ കഷ്ടപ്പെട്ട് അവനെ പിടികൂടുകയും ചെയ്യുന്നു. ഭുവനേശ്വറിനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് താൻ രാജുവല്ല ഭുവനേശ്വർ ആണെന്നും അയാൾ തുറന്നു സമ്മതിക്കുന്നു. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. പണ്ട് കുട്ടിക്കാലം മുതലേ ഈ ശോഭയും ഭുവനേശ്വറും പ്രണയത്തിലായിരുന്നു. ഇത് ശോഭയുടെ വീട്ടുകാർക്കൊക്കെ നന്നായിട്ടറിയാം. രാജുവിന്റെ ആലോചന വന്ന സമയത്ത് ശോഭയെ വീട്ടുകാർ നിർബന്ധിച്ച് രാജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. കാലങ്ങളൊക്കെ കടന്നുപോയി. എന്നാൽ ഒരു ദിവസം ശോഭയുടെ അമ്മ ഈ ഭുവനേശ്വറിന് ഒരു കത്തയക്കുകയുണ്ടായി. രാജുവിന് ജോലിയൊന്നുമില്ല, അവരുടെ ജീവിതം ആകെ കഷ്ടപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ ശോഭയും രാജുവും അവളുടെ മക്കളും ചിത്രവല്ലിയിലേക്ക് താമസത്തിനായി എത്തുകയാണ്. നീ അവരെ സഹായിക്കണമെന്നായിരുന്നു ലെറ്ററിലുണ്ടായിരുന്നതും. അതനുസരിച്ച് അവർക്ക് 4 പേർക്കും താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള വീടൊക്കെ എടുത്തു കൊടുത്തത് ഭുവനേശ്വറായിരുന്നു. ദിവസവും രാജു മദ്യപിച്ചെത്തി ശോഭയെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ശോഭ ആകെ തകർന്ന അവസ്ഥയിലാണ്. ശോഭയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ട് അവളെ സമാധാനിപ്പിച്ചതെല്ലാം ഭുവനേശ്വറായിരുന്നു. അങ്ങനെ പതിയെ പതിയെ അവർ 2 പേരും അടുക്കുകയാണ് ചെയ്തത്. ഭുവനേശ്വർ അവൾക്ക് ഒരു മാലയൊക്കെ ഗിഫ്റ്റായിട്ട് വാങ്ങി നൽകുകയും ചെയ്തു. ഭുവനേശ്വറിന്റെ സാന്നിധ്യം ശോഭയിൽ വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയത്. ഒരു ദിവസം അവർ 2 പേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് മദ്യപിച്ചെത്തുന്ന രാജു വാതിൽ പഴുതിലൂടെ കണ്ടു. അതിനുശേഷം രാജു അവിടേക്ക് വന്നിട്ടേയില്ല. പിന്നീട് അങ്ങോട്ട് ശോഭയുടെയും മക്കളുടെയും കാര്യമൊക്കെ നോക്കിയത് ഭുവനേശ്വർ ആയിരുന്നു. ഭുവനേശ്വർ സിനിമാ സെറ്റിലൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ശോഭയും കുട്ടികളെയും ലൊക്കേഷനിലേക്കൊക്കെ കൊണ്ടുപോകും. എല്ലാവരും അവർ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കരുതുന്നത് കൊണ്ട് തന്നെ ഭുവനേശ്വറിന്റെ പേര് രാജു എന്ന് മാറ്റിച്ചതും ശോഭ തന്നെയാണ്. എന്നിട്ട് ആ പേര് തന്റെ കയ്യിൽ പച്ച കുത്തുകയും ചെയ്തു. അവരുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന സമയം ഒരിക്കൽ രാജു വീട്ടിലേക്ക് വന്ന് തന്റെ 2 മക്കളെയും കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലേക്ക് എത്തിയ ഭുവനേശ്വർ 2 മക്കളെയും രാജു കൂട്ടിക്കൊണ്ടുപോയ വിവരം അറിയുന്നു. എന്താ നീ തടയാത്തതെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ 2 പേരും നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയായിരുന്നു, അതുകൊണ്ട് കുട്ടികൾ പോട്ടെ എന്നായിരുന്നു ശോഭയുടെ മറുപടി. അത് കേട്ടതും ഭുവനേശ്വറിന് വല്ലാതെ ദേഷ്യം വരികയും ശോഭയെ തല്ലുകയും ചെയ്തു. തല്ലുകൊണ്ട് താഴെ വീണ് ശോഭയുടെ തലയിടിക്കുകയും ശോഭയുടെ ബോധം പോവുകയും ചെയ്തു. അവൾക്ക് ശ്വാസമില്ല. അതോടുകൂടി ശോഭ മരിച്ചുവെന്ന് മനസ്സിലാക്കിയ ഭുവനേശ്വർ ആരും അറിയാതെ ശോഭയുടെ ഡെഡ് ബോഡി അവിടെ നിന്ന് നേരെ അടുത്തുള്ള കിണറ്റിൻ കരയിലേക്ക് കൊണ്ടുവരുന്നു. കിണറ്റിൻ കരയിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരുന്ന സമയമാണ് കുറച്ച് തീർത്ഥാടകർ അതുവഴി പോകുന്ന കാര്യം ഭുവനേശ്വർ കാണുന്നത്. അവർ തന്നെ കാണുമോ എന്ന് പേടിച്ച് കിണറ്റിന്റെ ആ ഒരു പടിയിൽ തന്നെ ശോഭയുടെ ഡെഡ് ബോഡി ഇരുത്തിയതിനു ശേഷം ഭുവനേശ്വർ പോയി ഒളിച്ചിരിക്കുന്നു. എന്നാൽ തിരികെ വന്ന് നോക്കുന്ന സമയത്തോ ശോഭയുടെ ബോഡി അവിടെ നിന്ന് വഴുതി കിണറ്റിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ഭുവനേശ്വർ തുറന്നു പറയുകയാണ്. അങ്ങനെ യഥാർത്ഥ പ്രതിയെ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ. 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഭുവനേഷിനെ. മറ്റൊരു വശത്ത് അജീബിന് നല്ല സംശയം. അവന്റെ മനസ്സിൽ രാജുവും കുട്ടികളും എവിടെയെന്ന ചോദ്യമായിരുന്നു. ഇതുവരെയായിട്ടും രാജുവിനെയും കുട്ടികളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ പരിധിയിൽ വരുന്നതല്ലല്ലോ എന്നായിരുന്നു ജോയിയുടെയൊക്കെ മറുപടി. എന്നാലും അവന്റെ മനസ്സിൽ നല്ല സംശയമുണ്ടായിരുന്നു. കാരണം രാജു തന്റെ കുട്ടികളെയുമായിട്ട് വെല്ലൂരിലേക്കാണ് പോയതെന്നായിരുന്നു ഭുവനേഷ് പറഞ്ഞിരുന്നത്. പക്ഷേ അതേ വെല്ലൂരിൽ നിന്നാണ് കത്തിക്കരിഞ്ഞൊരു പുരുഷന്റെ ബോഡി കിട്ടിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂട്ടി വായിക്കുകയാണ് അജീബ് ചെയ്യുന്നത്. കത്തിക്കരിഞ്ഞ പുരുഷന്റെ ബോഡിയെക്കുറിച്ചുള്ള കാര്യം അന്വേഷിക്കണമെന്നും അജീബ് തീരുമാനിക്കുന്നു. അജീബ് ഉടനെ തന്നെ വെല്ലൂരിലേക്ക് എത്തുകയാണ്.
കൊലപ്പെടുത്തുകയാണ്. ആ ഒരു പുരുഷന്റെ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്നും ഒരു വിളക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിളക്കിൽ ധർമ്മടം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തെ വിളക്ക് കടയിൽ നിന്നാണ് ഈ വിളക്ക് വാങ്ങിയിട്ടുള്ളത്. ഉടനെ തന്നെ ധർമ്മടത്തുള്ള വിളക്ക് കടയിലേക്ക് എത്തി വിളക്കിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ നിന്നുമാണ് കുറെ വിളക്കുകൾ വാങ്ങിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞ് വിളക്ക് വാങ്ങുവാൻ വേണ്ടിയിട്ട് വന്ന ആളിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. വാങ്ങുവാനായിട്ട് വന്നത് മറ്റാരുമല്ല, ഭുവനേശ്വർ തന്നെയാണ്. മാത്രവുമല്ല, ആ ഒരു സിനിമയും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതേ വിളക്ക് ആ സിനിമയിലുമുണ്ട്. അതിലൊരു വിളക്കാണ് ഭുവനേശ്വർ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഭുവനേശ്വറിന് ആ വിളക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കൊണ്ടുവന്നത്. അതേ വിളക്ക് തന്നെയാണ് ദേ ഇപ്പോൾ കത്തിക്കരിഞ്ഞ മൃതശരീരത്തിനടുത്ത് നിന്നും കിട്ടിയിരിക്കുന്നത്. ഉടനെ തന്നെ അജീബ് ആ ഒരു വിളക്കുമായിട്ട് ഭുവനേശ്വറിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നു. ഭുവനേശ്വറിനോട് ഈ ഒരു കാര്യം ചോദിക്കുകയാണ്. നീയാണോ ആ ഒരു കൊലപാതകത്തിന് പിന്നിൽ? കത്തിക്കരിഞ്ഞു കിടക്കുന്നത് ആരാണ്? രാജു തന്നെയാണോ? നിന്റെ പ്രിയപ്പെട്ട വിളക്ക് അവിടെ എങ്ങനെ വന്നു എന്നൊക്കെ അജീബ് ചോദിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ ഭുവനേശ്വർ സത്യങ്ങളെല്ലാം തുറന്നു പറയുവാനായും ആരംഭിച്ചു. രാജു ദിവസവും കുടിച്ചിട്ട് വന്ന് ശോഭയെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. അത് കാണുന്ന ഭുവനേശ്വറിന് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെയായി. ഒരു ദിവസം ഭുവനേശ്വർ രാജുവിനെ മദ്യപിക്കുവാനായി ക്ഷണിക്കും. രാജുവും ഭുവനേശ്വറിനൊപ്പം പോവുകയാണ്. രണ്ടുപേരും മദ്യപിക്കുന്ന സമയം പിറകിലൂടെ വന്ന ശോഭ രാജുവിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഭുവനേശ്വറിന്റെ കയ്യിൽ ഒരു കയറെറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കയർ വാങ്ങിയ ഭുവനേശ്വർ കയർ ഉപയോഗിച്ച് രാജുവിന്റെ കഥ കഴിക്കുന്നു. അതിനുശേഷം ഡെഡ് ബോഡി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കത്തിക്കുന്ന സമയത്ത് ഭുവനേശ്വറിന്റെ കയ്യിലേക്കും തീ പടർന്നിരുന്നു. വെപ്രാളത്തിൽ തീ തട്ടിക്കളയുന്ന സമയത്താണ് കയ്യിൽ നിന്നും വിളക്ക് അവിടെ വീണതും. വിളക്കുമെടുക്കാതെ ഭുവനേശ്വർ അവിടെ നിന്ന് പോവുകയുണ്ടായി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം ശോഭ ഭുവനേശ്വറിനെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു. രാജുവിന്റെ കഥ കഴിച്ചത് ഭുവനേശ്വർ ആണല്ലോ, ആ ഒരു കാര്യം താൻ പുറത്തു പറയും. പുറത്തു പറയണ്ട എന്നുണ്ടെങ്കിൽ തന്നെയും കുട്ടികളെയും നിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകണം, ഞങ്ങളെയും കൂടെ കൂട്ടണമെന്ന് പറഞ്ഞാണ് ശോഭ ഭുവനേശ്വറിനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നതും. ആ ടോർച്ചർ സഹിക്കാനാകാതെ ഭുവനേശ്വർ ശോഭയുടെ കഥ കഴിക്കുവാൻ തീരുമാനിച്ചു. ശോഭയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ഡെഡ് ബോഡി കിണറ്റിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ഭുവനേശ്വർ തുറന്നു സമ്മതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ശോഭയുടെ 2 കുട്ടികളും എവിടെയെന്ന് അജീബ് ചോദിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പോകുവാനായി ഇറങ്ങുന്ന സമയം ശോഭയുടെ മകൾ ഉണർന്നിരുന്നു. അമ്മ എവിടെയെന്ന് ചോദിച്ച സമയത്ത് അമ്മ ഇപ്പോൾ വരുമെന്ന് ഞാൻ കള്ളം പറഞ്ഞു. പക്ഷെ ഇനി ശോഭ വരില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികളെയും ഉപേക്ഷിക്കാൻ കഴിയില്ല. കുട്ടികളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി അവരെ അനാഥാലയത്തിലേക്ക് ആക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ആരും അവരെ സ്വീകരിച്ചതേയില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ഞാൻ മുംബൈയിലേക്ക് പോകുന്ന ട്രെയിനിൽ അവരെ രണ്ടുപേരെയും കയറ്റി. ഫുഡ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി. കുട്ടികളെ രണ്ടുപേരെയും മുംബൈയിലേക്കുള്ള ട്രെയിനിലാണ് ഞാൻ കയറ്റിവിട്ടതെന്നും ഭുവനേശ്വർ പറയുന്നു. ഭുവനേശ്വർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അന്നേ ദിവസത്തെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് മുംബൈയിലേക്കുള്ള ട്രെയിനിലാണ് ഭുവനേശ്വർ കുട്ടികളെ രണ്ടുപേരെയും കയറ്റിവിട്ടതെന്നും കുട്ടികളെ കണ്ടെത്തണമെന്നും പോലീസുകാർ തീരുമാനിക്കുമ്പോഴോ എങ്ങനെ കണ്ടെത്താനാ? മുംബൈയിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അതിലെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ കുട്ടികൾ ഇറങ്ങിയോ എന്നൊന്നും അറിയാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അജീബിന് എങ്ങനെയെങ്കിലും കുട്ടികളെ കണ്ടെത്തണമെന്ന തോന്നലുണ്ടാകുന്നു. ട്രെയിനിങ് കാലാവധി കഴിഞ്ഞതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം കാശിനാണ് അജീബ് കുട്ടികളെ അന്വേഷിച്ച് മുംബൈയിലേക്ക് പോകുന്നത്. അജീബിനൊപ്പം ജോയിയും ചേരുന്നുണ്ട്. മുംബൈയിലേക്ക് പോകുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങി കുട്ടികളെ കുറിച്ച് അന്വേഷിക്കുന്നു. മാത്രമല്ല അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ഇൻഫോം ചെയ്യുകയാണ്. വേറെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊന്നും കുട്ടികളുടെ വിവരങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ മുംബൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. മുംബൈയിലെത്തിയ അജീബും ജോയും വനിതാ പോലീസിന്റെ സഹായത്തോടു കൂടി അന്വേഷിക്കുന്ന സമയത്താണ് ഒരു റെയിൽവേ ജീവനക്കാരൻ 2 കുട്ടികളെയും ധാരാവിലുള്ള കെയർ ഹോമിൽ ഏൽപ്പിച്ച വിവരം അറിയുന്നത്. വളരെ അപകടം പിടിച്ച സ്ഥലമാണത്. അവിടേക്ക് ചെല്ലുന്നത് തന്നെ റിസ്ക് ആണ്. റിസ്ക് എടുത്ത് അജീബും ജോയും അവിടേക്ക് എത്തുന്നു. 2 കുട്ടികളുടെയും ഫോട്ടോ കാണിച്ച് ഈ കുട്ടികൾ ഇവിടെയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അവരാരും പറയുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. എത്ര വിരട്ടിയിട്ടും ഈ കുട്ടികൾ ഇവിടെയില്ല എന്നാണ് കള്ളം പറയുന്നത്. എന്നാൽ അജീബും ജോയും പോകുവാനായിട്ട് ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു 2 കുട്ടികൾ തമിഴ് സംസാരിക്കുന്നത് കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോഴോ ആ ഒരു കെയർ ഹോമിന്റെ ഒരു മൂലയ്ക്കായിട്ട് ഈ 2 കുട്ടികളും മാറിയിരിക്കുന്നു. തന്റെ സഹോദരിക്കായിട്ട് ആഹാരം വാരി കൊടുക്കുകയാണ് സഹോദരൻ ചെയ്യുന്നത്. 2 കുട്ടികളെയും അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് അജീബും ജോയും ചെയ്യുന്നത്. അങ്ങനെ കുട്ടികളെ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. ഇന്ന് ആ 2 കുട്ടികളും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സംരക്ഷണയിൽ പഠിച്ച് വലുതായി നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.